ECG. അതായത് ECG എന്ന് പറയുന്നത് ഒരു നഴ്സിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും വളരെ കൺഫ്യൂസും ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളും തോന്നുന്നൊരു ഫീൽഡാണ്. പക്ഷെ അതിൻ്റെ ബേസിക് നമുക്ക് ശരിക്കും പിടികിട്ടാത്തതുണ്ട്. അപ്പോൾ നമുക്ക് ECG എന്താണെന്ന് പഠിക്കാം. ഗഹനമായ പഠനമല്ല, ചെറിയൊരു ഔട്ട്ലുക്ക്. ECG എന്താ സംഭവം? അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളില് SA നോഡ്, AV നോഡ് എന്ന് പറയുന്ന രണ്ട് സാധനമുണ്ട്. ഈ SA നോഡ് എന്താ? ഏട്രിയത്തെ കൺട്രാക്ട് ചെയ്യുന്നു. AV നോഡ് എന്താ? വെൻട്രിക്കിളിനെ കൺട്രാക്ട് ചെയ്യുന്നു. ഇത് രണ്ടും എന്താണ്? ഹാർട്ടിന്റെ പേസ് മേക്കറാണ്. അതായത് ഇതിലൂടെ ഇലക്ട്രിക് ചാർജുകളാണ് സഞ്ചരിക്കുന്നത്. ഹൈപ്പോതലാമസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റമാണ്. സ്വന്തമായിട്ട് BP കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്, ഹാർട്ട് റേറ്റ് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പം ഈ SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് കണ്ടക്ട് ചെയ്ത് AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ബണ്ടിൽ ഓഫ് ഹിക്സ് വഴി പർക്കിൻജി ഫൈബേഴ്സിൽ വന്ന് ഹാർട്ടിന്റെ റേറ്റ് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ന്യൂറോൺ നെറ്റ്വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ECG എന്ന് പറയുന്നത്, ഈ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ നെറ്റ്വർക്കിന് എങ്ങനെയാണ് പോകുന്നത് എന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ECG എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാഫിനുള്ളിൽ ഈ കണ്ടക്ഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു ആർട്ടിഫിഷ്യൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ റെപ്രസെന്റേഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? P വേവ് ഉണ്ടാവും. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ QRX കോംപ്ലക്സ് ഉണ്ടാവും. മനസ്സിലായോ? ഏട്രിയത്തിന്റെ കൺട്രാക്ട് ചെയ്യുമ്പോൾ P വേവും, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ QRS ഉം, പിന്നെ ഒരു ചെറിയൊരു ഇതിന് T വേവ് എന്നാണ് പറയുന്നത്. എന്താ P വേവിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആട്രിയം കൺട്രാക്ട് ചെയ്തു. അതായത് ഡീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. കൺട്രാക്ഷൻ, അതായത് കൺട്രാക്ട് ചെയ്തു, ഡീപോളറൈസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ടുള്ള ഒരു ചെറിയ ഡിലേ ഉണ്ട്. ഈ ഡിലേ അത് കഴിയുമ്പോൾ AV നോഡ്, ആട്രിയ വെൻട്രിക്കുലർ നോഡ്, ഇത് ചെറുതും ഇത് വലുതുമാണ്. വലുതാകാൻ കാരണം, ഇത് ചെറുതാകാൻ കാരണം ചെറിയ സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. സിസ്റ്റമിക് അല്ല, ബോഡിയുടെ ഇൻഫീരിയർ സുപ്പീരിയർ വീനക്കാവ വഴി വരുന്ന സർക്കുലേഷൻ, വലിയ പവർ ഇല്ല അതിന്. പക്ഷെ P വേവ്, QRS, ഈ QRS വലുതാണ്. കാരണം ഇത് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ആണ്. പൾമണറി ആർട്ടറിയിലേക്കും അയോട്ട വഴി സിസ്റ്റമിക് സർക്കുലേഷനിലും ബ്ലഡ് കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് വെൻട്രിക്കിളാണ്. അപ്പൊ ആ വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ഇച്ചിരി വലുതായിരിക്കും. അതാണ് ഈ സംഭവം. P വേവ് ചെറുത്, QRS. ഈ QRS കഴിഞ്ഞ് ഒരു ചെറിയ, കണ്ടില്ലേ, ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ആണ്. ഇത് ഡീപോളറൈസ്ഡ് ആയ സമയമാണ്. ഇത് ഈ ചെറിയ സമയത്താണ് ഇത് റീപോളറൈസ്ഡ് ആകുന്നത്. അതായത് വീണ്ടും അതിലേക്ക് ബ്ലഡ് വന്ന് നിറയുന്നത്. ഇവിടെ അതെ, ഈ ഷോർട്ട് പീരീഡിലാണ് വീണ്ടും ബ്ലഡ് വന്ന് നിറയുന്നത്. ഈ ബ്ലഡും വന്നു നിറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇന്റർവെൽ ഉണ്ട്, T വേവ്. ഈ ഇന്റർവെല്ലും കഴിഞ്ഞിട്ടാണ് അടുത്ത P വേവ് ആരംഭിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ QRS, T വേവ്, ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. മനസ്സിലായോ? ഇനിയാണ് നമുക്ക് അതിന്റെ ഗ്രാഫിനെ കുറിച്ച് പഠിക്കേണ്ടത്. അതായത് ഈ വേവിന്റെ ഗ്രാഫിലേക്കുള്ള റെപ്രസെന്റേഷൻ. അതായത് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞി കോളങ്ങളാണ്. എല്ലാം കുഞ്ഞി കോളം. ഇങ്ങനെ ഒരു കോളം, ആ മെയിൻ കോളത്തിനകത്ത് കുഞ്ഞി കോളങ്ങളായിട്ട് 5 എണ്ണം കാണും. 1, 2, 3, 4, 5, 5 കോളം. ഇങ്ങനെ 5 കോളങ്ങൾ കൂടുന്ന ഒരു വലിയ കോളം ഈ ഗ്രാഫിൽ എപ്പോഴും കാണും. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. അതായത് ഈ ചെറിയ കോളം എന്ന് പറയുന്നത് 0.4 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിന്റെ
0.4 ടൈമാണ് അത്. ഇത് 1 2 3 4 5 ഇങ്ങനെ 5 എണ്ണം കൂടുമ്പോഴാണ് ഒരു വലിയ കോളം ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് I4 20 0.20 സെക്കൻഡ്. മനസ്സിലായോ? 0.20 സെക്കൻഡ് കൊണ്ടാണ് ഇതെത്തിയിരിക്കുന്നത്. അങ്ങനെ 0.20 into 5 ആണ് 1 സെക്കൻഡ്. 1 സെക്കൻഡ്. മനസ്സിലായോ? ഇതാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ വലിയ 5 കോളങ്ങളും ഇതിന്റെ അകത്തെ 25 കുഞ്ഞു കോളങ്ങളും കടന്നു പോകുന്നതിനാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ECGയുടെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എത്ര സമയത്തെ ഇൻസിഡൻസ് ആണ്. അതായത് വെറും 6 സെക്കൻഡിൽ ഹാർട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ 6 സെക്കൻഡ്. അപ്പം 6 സെക്കൻഡ് ECG ആണ് ഈ 12 ECG എന്ന് പറയുന്നത്. മനസ്സിലായി? നീളത്തിൽ ഇങ്ങനെ പോകുന്ന ഈ ലൈൻ. അപ്പം ആ 12 ECGയിൽ 6 സെക്കൻഡുകളാണ് നമ്മൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ബേസിക് ECG എന്ന് പറയുന്നത്. അപ്പം ഈ 6 സെക്കൻഡുകളാണ് നമ്മൾ പഠിച്ചല്ലോ. അപ്പം ഒരു മിനിറ്റ് നമുക്കൊരു ECGയുടെ കാര്യം അറിയണമെങ്കിൽ 6 സെക്കൻഡ് ആയതുകൊണ്ട് ഇതിൽ എത്ര വലിയ കോളങ്ങൾ കാണാം? അഞ്ചെണ്ണമാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പം 6 സെക്കൻഡിന്റെ കാര്യങ്ങൾ 5 കൂടുന്നതാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ 6 സെക്കൻഡിന്റെ കാണുമ്പോൾ 6 5 30 വലിയ കോളങ്ങൾ ഈ ക്രോസ് ആയിട്ട് ECG കാണും. ഇതാണ് ECGനെ കുറിച്ചുള്ള ഒരു ചെറിയ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ നോർമൽ. ഇനി നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതിന്റെ വേരിയേഷനുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പം P വേവ്, QRS, ഇത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുക ഈ P വേവ് സാധാരണ ഒരു കോളത്തോളം പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടാകണം. അതായത് ഈ ഒരു ചെറിയ 1 2 കോളത്തിന്റെ പൊക്കം ഉണ്ടാകണം. QRSന് ഇതിന്റെ വിഡ്ത്ത് എന്തോരം വേണം? 3 ക്യൂബ്, കുഞ്ഞു 3 ക്യൂബുകൾ ഓളം വിട്ട് കാണണം. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇത് കൂടുതലാണോ കുറവാണോ? P വേവിന് 2 എണ്ണത്തിൽ കൂടുതലും ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ വേരിയേഷൻ ഉണ്ട്. P വേവിന് ഇതിനകത്ത് കൊള്ളാൻ മാത്രം ഇല്ലേ, തീരെ ചെറുതായിരിക്കും. അപ്പൊ അതിന് അബ്നോർമാലിറ്റിയാണ്. P വേവ് ഇല്ല. QRS 3നേക്കാൾ കൂടുതലാണെങ്കിലോ 4 വരുന്നുണ്ടെങ്കിലോ അത് വൈഡാണ്. ഇനി അത്ര ഇല്ലേ, എന്തോ പ്രശ്നമുണ്ട്. ഇനി ST വേവ്, ഇത് ഈ ഗ്യാപ്പ് ഇത്ര പോയിന്റ് ഇത്ര കോളങ്ങൾ കടന്നു പോകണം, അത് കടന്നു പോകുന്നില്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ വേരിയേഷനുകൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഒരു നോർമൽ ECG എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ ഇതിന്റെ നോർമൽ ECG തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സംഭവമാണ് ഹാർട്ട് റേറ്റ്. നമ്മളൊരു നോർമൽ സൈനസ് ഋതത്തിൽ നമ്മൾ ഒന്നാമത് കണ്ടുപിടിക്കുന്ന സംഭവമാണ് ഹാർട്ട് റേറ്റ്. രണ്ടാമത്തതാണ് റിതം. മൂന്നാമത്തതാണ് P വേവ്. നാലാമത്തതാണ് PR ഇന്റർവെൽ. അതായത് ഒരു P വേവിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് R വേവിന്റെ തുടക്കം വരെയുള്ള സമയം. ഇതാണ് ആട്രിയം പ്രവർത്തിച്ച് തീരുന്ന സമയം. ഇത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് തൊട്ട് ഈ T വേവിന്റെ ഇവിടം വരെയുള്ളതാണ്
അടുത്ത സെക്ഷൻ. അപ്പൊ ഈ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? PR ഇന്റർവെൽ ഇത് എന്തോരം ഉണ്ട്, കൂടുതലാണോ കുറവാണോ, അത് ഏറ്റവും ഇതിന്റെ പ്രവർത്തനം. പിന്നെ അടുത്തതാണ് ST എലമെന്റ് എന്ന് പറയുന്നത്. ST സെഗ്മെന്റ് ഈ പോളറൈസേഷൻ കഴിഞ്ഞ് ഡീപോളറൈസേഷൻ കഴിഞ്ഞ് വീണ്ടും പോളറൈസ്ഡ് ആയി റെസ്റ്റ് എടുക്കാൻ വേണ്ട സമയം. ഇത് നീണ്ടു പോകുന്നുണ്ടോ കുറയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. PR ഇന്റർവെൽ. പിന്നെ സംഭവം QRS കോംപ്ലക്സ്. ഇതും 5 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഹാർട്ട് റേറ്റ്. അപ്പൊ ഹാർട്ട് റേറ്റ് അറിയാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത് 6 സെക്കൻഡ് സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 6 സെക്കൻഡിലെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ECG. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഹാർട്ട് റേറ്റ് അറിയാനായിട്ട്? നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ട്. എത്ര RR ഇന്റർവെൽ ഇതിനകത്തുണ്ട്? 1 2 3 4 5 6 1 2 3 4 5 6 ഇന്റർവെൽ ഉണ്ട്. മനസ്സിലായോ? 6 PR ഇന്റർവെൽ ഉണ്ട്. അല്ല ആറ് വേവുകൾ 6 എണ്ണം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ 6 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ, ഇത് 6 സെക്കൻഡിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ 6 × 10 60. മനസ്സിലായോ? ഇത് 6 എണ്ണമാണ് ഉള്ളെങ്കിൽ 60. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ 10 കൊണ്ട് വിളിച്ചത്? 6 സെക്കൻഡിനെ നമ്മൾ എത്ര കൊണ്ട് വിളിച്ചാലാണോ നമുക്ക് 60 കിട്ടുന്നത്. കാരണം 60 1 മിനിറ്റ് എന്ന് പറയുന്നത് 60. അപ്പൊ പൈറ്റ് 6 60. മനസ്സിലായോ? എപ്പോഴും ഇത് തന്നെയാണ് കാൽക്കുലേഷൻ. ഇനിയിപ്പോ നമുക്കിത് 7 ആണ് വെച്ചോ. 7 ആണെങ്കിൽ നമ്മൾ ഇതിനെ 10 കൊണ്ട് വീണ്ടും ഗുണിക്കും. പൈറ്റ് 7 70 ആണ് പുള്ളിയുടെ ഹാർട്ട് റേറ്റ്. എന്തുകൊണ്ടാണ്? കാരണം 6 മിനിറ്റിൽ 6 സെക്കൻഡിലെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കറിയേണ്ടത് 60 സെക്കൻഡിലെ കാര്യം, 1 മിനിറ്റിലെ കാര്യമാണ്. അപ്പം 6 സെക്കൻഡിൽ കിട്ടിയേക്കുന്ന അളവിനെ 10 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 70 കിട്ടുന്നത്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇത്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 1500 എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഒരു 2 RR ഇന്റർവെൽ എടുക്കുക. 2 RR വേവ്. ഇതിന്റെ ഇടയിലുള്ള ഈ കോളങ്ങൾ, ഏത് കോളം? ചെറിയ കോളങ്ങൾ. ഇത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. മനസ്സിലാവും? അപ്പൊ കിട്ടുന്ന ഉത്തരത്തെ ഒരു 25 വെച്ചു, അല്ലെ 25 വെച്ചു. 25 കോളങ്ങൾ കിട്ടി. ഈ കിട്ടിയതിനെ നമ്മൾ 1500 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരാണ് 60. മനസ്സിലായോ? കിട്ടുന്ന ഉത്തരാണ് ഹാർട്ട് റേറ്റ് 60. അപ്പൊ ഈ 1500 എങ്ങനെയാ വരുന്നതെന്ന് ചോദ്യം വരും. അതായത് നമ്മള് ഒരു കോളത്തിനകത്ത് കടന്നു പോകേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാ? 0.4 ആണ്. അങ്ങനത്തെ 5 കുഞ്ഞിക്കോളം കടന്നാണ് നമുക്ക് 5 വലിയ കോളങ്ങൾ കടന്നാണ് നമുക്ക് ഒരു സെക്കൻഡ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം 5 കോളത്തിൽ എത്ര കുഞ്ഞിക്കോളങ്ങളുണ്ട്? 25 ആണ്. 5 × 25. 5 × 5. 5 കോളത്തിൽ 5 എണ്ണം ഉണ്ട്. 25 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായി? 5 കോളത്തിൽ 5 എണ്ണം വെച്ചുണ്ട്. അപ്പൊ 25. ഈ 25 എന്ന് പറയുന്നത് എത്രയാ? 1 സെക്കൻഡിലെ കാര്യം. അപ്പൊ നമ്മൾ 25നെ 1 മിനിറ്റ് കിട്ടാനായിട്ട്, 1 സെക്കൻഡ് കിട്ടാനായിട്ട് നമ്മൾ 60 സെക്കൻഡുള്ള ഒരു കാൽക്കുലേഷനിലേക്ക് മാറ്റുമ്പോൾ 1 മിനിറ്റിൽ 60 സെക്കൻഡ് ആണല്ലോ. നമുക്ക് എത്ര കിട്ടും? 1500. അതായത് ഈ കിട്ടിയ ഉത്തരമാണ് ഈ 1500 കിട്ടുന്നത്. കാരണം 1 മിനിറ്റിലെ കാര്യമാണ് പറയുന്നത്. അപ്പം 1 മിനിറ്റിൽ 1500 ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കിട്ടിയേക്കുന്ന ഈ കോളത്തെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന കോളം എത്ര എണ്ണം ഉണ്ടോ അതിനെ വെട്ടിക്കഴിഞ്ഞാൽ 25 എണ്ണം ഉണ്ടെന്ന് വെച്ചു. വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 60. പിടികിട്ടിയോ? ഇത് രണ്ടുമാണ് ഹാർട്ട് റേറ്റിലെ. പിന്നെ റിതം.
ഋതം എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം? അല്ലെങ്കിൽ നമുക്കത് വേറൊരു വീഡിയോ എടുക്കാം. ഇത്രയും നീണ്ടു പോകുമ്പോൾ പാട് വരും. ഓക്കെ, താങ്ക് യു.